മോന്റെ മുഖത്ത് നല്ല ഭയമുണ്ടല്ലോ. എന്തു പറ്റിയാലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഉണ്ണി ഇപ്പൊ പോലീസ് സ്റ്റേഷനില. അയ്യോ, അതിന് ഉണ്ണി എന്ത് തെറ്റാ ചെയ്തത്? അത് പിന്നെ കരുണനെ കൊന്നത് വേറെ ആരുമല്ല, ഉണ്ണിയാ. അതെങ്ങനെ ശരിയാവും മോനെ? കരുണനെ കൊന്ന ആളിപ്പോ ജയിലിലല്ലേ? ജീവൻ. കഥകളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ വരുന്നത്. യഥാർത്ഥത്തില് കരുണനെ കൊന്നത് ഉണ്ണിയാ. അവനത് പോലീസിനോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഉണ്ണിയെ കണ്ടിട്ടാ വരുന്നത്. നേരത്തെ എന്നെ വിളിച്ചത് സ്റ്റേഷനിൽ നിന്ന് സി ആയിരുന്നു. എന്നെ പരിചയമുള്ള സി എ, അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞേ. എന്തിനാ ഉണ്ണി ഇപ്പൊ അങ്ങനെ ചെയ്തത്? പോലീസ് കീഴടങ്ങിയത് എന്തിനാ? കുറ്റബോധം കൊണ്ട്. ദീപൻ കരുണന്റെ ബോഡി മറവ് ചെയ്യാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. കൃത്യം ചെയ്തത് ഉണ്ണിയാ. അങ്ങനെ വരുമ്പോ ഉണ്ണി ചെയ്ത തെറ്റിന്റെ ഫലം മറ്റൊരാൾ അനുഭവിക്കുന്നത് മനുഷ്യത്വമുള്ള ഒരാൾ സഹിക്കില്ല. മാളൂനോട് എന്ത് പറയും സാറേ? ഇനി ഇപ്പൊ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കില്ല. പിന്നെ ജയിലിൽ കിടക്കുന്ന ഒരാളെ ഇനി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവളാ. ഉണ്ണിയെ രക്ഷിക്കാൻ ഒരു മാർഗവും ഇല്ല അച്ഛാ. കൊലക്കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു, പിന്നെങ്ങനെ രക്ഷിക്കാനാ? ഇത്രയും ദിവസം ഉണ്ണി വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അരട്ടിക്കൊണ്ടിരുന്നതിന്റെ കാരണം ഇതാ. അല്ലാതെ അവന് മാളിനോട് ഒരു വെറുപ്പില്ല. കരുണൻ ആളൊരു ഫ്രോഡാ. എങ്കിലും സ്വന്തം മാമനല്ലേ? അയാളെ കൊല്ലേണ്ട കാര്യം ഉണ്ണിക്കുണ്ടായിരുന്നോ? ഉണ്ണി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ പലരും അത് ചെയ്തേനെ. ദീപനും കരുണനും കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയാ പോയെ. അതുകൊണ്ടാ ഉണ്ണി അയാളെ അടിച്ചു വീഴ്ച സമയത്ത് ദീപൻ അവിടെ എത്തിയത്. ജീവനും കൂട്ടുപ്രതിയാണ്. അയാൾ കുറ്റം സമ്മതിച്ച് ജയിലിലുമായി. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദീപൻ ആ കുറ്റം ചെയ്തതുകൊണ്ട് അയാളെ ജയിലിൽ ഇറക്കാൻ നല്ലൊരു വക്കീലെ നമ്മൾ ഏർപ്പെടുത്തിയതാ. അതിനിടയിൽ ഉണ്ണി ഇങ്ങനൊരു സാഹസം കാണിക്കണ്ടായിരുന്നു. മുത്തശ്ശ, ഇതൊക്കെ ഞാനും പറഞ്ഞതാ. പക്ഷെ അവന്റെ മനസാക്ഷി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. കണ്ണേട്ടനിത് അറിഞ്ഞോ സാറേ? കണ്ണേട്ടൻ ഇത് അറിഞ്ഞെന്ന് മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് അവനെ കാണാൻ പോയി സ്റ്റേഷനിലേക്ക്. അതുകൊണ്ടാ വൈകിയത്. കണ്ണേട്ടനും പവിത്രടുത്തൊക്കെ ഇതെങ്ങനെ സഹിക്കുമോ എന്തോ. അവർക്ക് മാത്രമല്ല, മാളവനും സഹിക്കാൻ പറ്റില്ല. മോള് പോയി മാളവനോട് കാര്യം പറ. മോളെ ഒന്ന് ആശ്വസിപ്പിക്കേ. ശരി മുത്തശ്ശ. മുത്തശ്ശ, എങ്ങനെയെങ്കിലും ഉണ്ണിയെ പുറത്തു കൊണ്ടുവരണം. അയാള് കുറ്റം സംഭവിച്ചെന്ന് മോൻ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരാനാ? ഏതായാലും റിമാൻഡ് ചെയ്യും. കുറച്ചു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. ഇവർക്കൊക്കെ എന്ത് പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ തന്നെ ഒരാള് ആ ഡോക്ടർ ജീവനെ കൊല്ലാൻ പോയില്ലേ? ഇങ്ങനൊരു മനസ്സ് ഇവർക്കൊക്കെ എങ്ങനെ ഉണ്ടായെന്നാ പിടികിട്ടാത്തോ? എന്താ രണ്ടാളും എന്നെ ഇങ്ങനെ നോക്കുന്ന? എന്തിനാ ചേച്ചി കരയുന്ന? ഉണ്ണി ഒരു അബദ്ധം കാണിച്ചു മോളെ. ഉണ്ണി ഇപ്പൊ പോലീസ് സ്റ്റേഷനില്ല. ഞാൻ നിരപരാധി എന്ന് കാണിക്കാനല്ലേ ഉണ്ണിപ്പ പിടികൊടുത്തത്. ഉണ്ണി ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാ അതിന് സഹായിച്ചവരും അകത്താ. പിന്നെ ഈ സാഹസം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം ദീപ? ഇപ്പൊ എനിക്കൊരു സമാധാനമുണ്ട്. എങ്കിലും ഇപ്പൊ മാളൂന് വിവാഹം കഴിച്ച് നിങ്ങൾ ഒന്നിച്ച് കഴിയേണ്ടവരല്ലായിരുന്നു.
അതിനിനിയും തടസ്സമില്ല. മാളുവിന് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവള് കാത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കല്യാണം നടക്കുവാണെങ്കിൽ ഇങ്ങനൊരു വിഷമം ഉള്ളിൽ കിടക്കത്തില്ലല്ലോ. ജാമ്യം കിട്ടിയിട്ടും പിന്നെയും കേസ് നടക്കല്ലേ? കേസ് നടന്നാ നമ്മൾ വീണ്ടും ജയിലിൽ പോകുന്നത് ദീപന് തോന്നുന്നുണ്ടോ? അതൊരിക്കലുമില്ല. കേസ് തള്ളിപ്പോകാനാണ് സാധ്യത. പിന്നെ എന്താ പ്രശ്നം? നമുക്കൊന്നിച്ചിറങ്ങാം. ഇവിടെ ഇപ്പോ ദീപന് ഞാനൊരു കൂട്ടുമായല്ലോ. അത് ശരി. അപ്പൊ എനിക്ക് കൂട്ടിന് വേണ്ടിയാണോ ഉണ്ണി പിടികൊടുത്തത്? സത്യം പറയാലോ, ദീപനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ മുതല് ഞാൻ കിടന്ന് നേറുമായിരുന്നു. പക്ഷേ ഉണ്ണി പിടികൊടുത്തു കഴിഞ്ഞപ്പോ നീറിയവരെ പറ്റി ഉണ്ണി ആലോചിച്ചിട്ടുണ്ടോ? കണ്ണേട്ടനൊക്കെ ഇപ്പൊ മരിച്ചായിരിക്കും നടക്കുന്നത്. ഞാൻ കരണമാമയെ കൊന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും കരണനെ കൊന്നല്ലോ. പിന്നെ ഇത് വേണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ആ ഉറപ്പിലല്ലേ നമ്മൾ ബോഡി മറവ് ചെയ്തത്? അല്ലെങ്കിൽ അന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് പിടികൊടുക്കായിരുന്നല്ലോ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ അതേപ്പറ്റി പറയണ്ട. സത്യങ്ങളൊക്കെ അറിഞ്ഞ ഒരാൾ കൂടിയുണ്ട്, ഉണ്ണിയുടെ മാമി. അവരിനി ഭ്രാന്തൊക്കെ മാറി തിരിച്ചു വരുമ്പോ മറ്റുള്ളവരെ കൂടി മുൾമുനയിൽ നിർത്തില്ലെന്ന് ആർക്കറിയാം? അങ്ങനെയെങ്കിൽ അവരെയും കൊല്ലണം. മനുഷ്യരെ മനസ്സിലാക്കാത്തവരൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? മഞ്ജു, നമ്മുടെ സങ്കടത്തിന് ശരിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. എന്തുപറ്റി? കല്യാണത്തിന് മുൻപ് പയ്യൻ ചത്തോ? ഇല്ല, അവൻ ജയിലിലായി. ദേ അനന്തേട്ടൻ വെറുതെ എന്നെ പൊട്ടിയാക്കാൻ വേണ്ടി പറയല്ലേ. പൂട്ടിയാക്കാൻ വേണ്ടിയല്ല മഞ്ജു, അവനാണ് കരുണനെ കൊന്നത്, അയ്യോ അല്ലാതെ ദീപനല്ല. കൊല ചെയ്യപ്പെട്ട കരുണനെ മറവ് ചെയ്യാൻ ദീപൻ സഹായിച്ചു. അത് മാത്രമാണ് അവൻ ചെയ്തത്. എന്തൊക്കെ ഞാൻ കേൾക്കുന്ന ഈശ്വര, വിശ്വസിക്കാവോ ഇതൊക്കെ? നീ ഓൺലൈൻ ന്യൂസ് ഒക്കെ ഒന്ന് നോക്ക്. അതിലേ സംഭവങ്ങൾ വന്നോണ്ടിരിക്കുക. പിന്നെ TV ഓണാക്കി നോക്ക്, വാർത്തയിലും പറയുന്നുണ്ട്. അപ്പോ കല്യാണം നടന്നില്ലല്ലേ? അവൻ ജയിലിലായ പിന്നെ കല്യാണം നടക്കുവോ? മുഹൂർത്ത സമയത്ത് വരൻ ജയിലിൽ. അതായിരിക്കും നാളത്തെ പത്രത്തിന്റെ ഹെഡിങ്. അപ്പോ നമ്മുടെ പ്രാർത്ഥനയും ദൈവങ്ങൾ കേൾക്കും. നമ്മുടെ സങ്കടവും ആ ശക്തി കാണുന്നുണ്ട്. ഒരുപാട് അഹങ്കരിച്ചു എല്ലാരും. നമ്മൾ ചെന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് വരെ എത്തി. നമ്മുടെ ബന്ധുക്കൾ ചോദിക്കും, അനീത്തയുടെ കല്യാണത്തിന് ചേച്ചി എന്താ വരാഞ്ഞെന്ന്. അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അതുകൊണ്ടായിരിക്കും അധികം ബന്ധുക്കളെ ഒന്നും വിളിക്കുന്നില്ല എന്ന് പറഞ്ഞത്. എങ്കിലും വന്നവര് ചോദിക്കില്ലേടി? അതറിഞ്ഞു വെച്ചോണ്ട് അച്ഛൻ മാത്രമാണ് നമ്മളെന്ന് വിളിച്ചത്. ഇനി അവൻ കുറെ കാലം ജയിലിൽ കിടക്കത്തില്ല എന്തേട്ടാ? കരുണനെ കൊന്നു കുഴിച്ചു മൂടി, തെളിവ് നശിപ്പിച്ചു. അതെല്ലാം കൂടെ ചേർത്ത് മിനിമം ഒരു 10 കൊല്ലെങ്കിലും അകത്ത് കിടക്കേണ്ടതാ. എന്തായാലും ജാമ്യവും കിട്ടിയില്ല. ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ കല്യാണം നടക്കത്തില്ലായിരുന്നോ? ഇനി ഒരു കൊലയാളി അവള് കെട്ടുപൊടി. ഒന്നും പറയാൻ പറ്റത്തില്ല. ജയിൽ പുള്ളി വളർത്തിയവളെ അനന്തവേട്ടന്റെ അനിയൻ കെട്ടിയില്ലേ? അവളെ ഇപ്പൊ എല്ലാവരും എടുത്തു വെച്ച് താലോലിക്കുന്നില്ലേ? അതുപോലെ മാളവും ചിന്തിക്കില്ല എന്ന് ആര് കണ്ടു? ഏതായാലും കുറച്ചു ദിവസം കൂടി. ഇന്നാണ് മനസ്സൊന്ന് തണുത്തത്. അതുകൊണ്ട് നമുക്കൊന്ന് പുറത്തുപോയി അടിച്ചു പൊളിച്ചാലോ? പിന്നെന്താ, പോകാം. നിനക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ അതെല്ലാം വാങ്ങിത്തരാം. ഇനി ഏതായാലും മാളുവിന്റെ കല്യാണം കുറെ നാളത്തേക്ക് നടക്കുമെന്ന് പേടിക്കണ്ട. മാളുവിന്റെ ചെവി കടിച്ചു പറിക്കാനായിട്ട് ഒരുത്തി കൂടെ ഉണ്ട്. അവളിനെ ജയിലിൽ കൊണ്ടുപോയി താലി കെട്ടിക്കുമെന്ന് പറയാൻ പറ്റില്ല. കണ്ണൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇനി ഇങ്ങനെ കയറി വരില്ല കേട്ടോ. എന്നാ മോളെ, ഇത് വെച്ചോ. വേണ്ട ജീവേട്ടാ. അവക്കും കുഞ്ഞിനും ഇവിടെ ഒരു കുറവുമില്ല. എങ്കിലും ഇത് വാങ്ങിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കണ്ണ. വാങ്ങിച്ചോ വിജിതേ. എന്താവശ്യമുണ്ടെങ്കിലും പറയണം, മടി കാണിക്കരുത്. എന്ന് വെച്ച് ഇവക്ക് പണം കൊടുക്കാനെന്നുള്ള പേരിൽ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഞാൻ എന്നെ അബദ്ധം കാണിക്കില്ല എന്ന് പറഞ്ഞില്ലേ കണ്ണ, പിന്നെ നീ അത് ഓർമ്മിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാ മോളോട്. ദീപനെ ഉണ്ണൻ ജയിലിൽ നിറക്കാൻ
എന്റെ ഭാഗത്ത് നിന്നാവുന്നതൊക്കെ ഞാൻ ചെയ്തോളാം. കാറ് പുറത്ത് റോഡിലല്ലേ ഇട്ടിരിക്കുന്നേ? അതെ. അതിനി അരുണിന്റെ കണ്ണിപ്പെട്ട അയാൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരും. ഒന്നാമത് ഞങ്ങളെ കണ്ടപ്പോ ഇവളെ അകത്തേക്ക് ഓടിയത് അരുണിന് സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. കാർത്തൊക്കെ വിഷമത്തിലിരിക്കുന്നോണ്ട് അങ്ങനൊന്നും വരത്തില്ല. ഡോക്ടർ വന്നോന്ന് പറഞ്ഞാലേ ഇനി എന്ത് വിഷമാണെങ്കിലും അരുൺ തിരിച്ചു വരും. അത് ശരിയാ. ഏതായാലും ഒരു മറവ് പറ്റിയേ ഞാൻ പോകത്തുള്ളൂ. ആ പുഴയുടെ സൈഡിൽ കൂടെ നടന്നാ അങ്ങ് റോഡിലെത്താം. അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും അരുണ് കാണുന്നതിനേക്കാൾ നല്ലതല്ലേ? എനിക്കറിയാം വഴി. അങ്ങനെ തന്നെ പൊക്കോളാം. ഡോക്ടറോട് ഇത്തിരി മുഷിനെ സംസാരിച്ചു അല്ലേ? ഏയ്, മുഷിച്ചൊന്നും സംസാരിച്ചില്ല. കാര്യം പറഞ്ഞു. എന്താ അത് പറയണ്ടേ? നമ്മളൊരു അപകടം മുന്നിലുണ്ടെന്ന് പറഞ്ഞാ വീണ്ടും അതിനകത്തേക്ക് ചാടി വരുന്നത് ശരിയാണോ? പോട്ടെ കണ്ണേട്ടാ, കാർത്തൂനെ കാണാനുള്ള കൊതി കൊണ്ട് വന്നല്ലേ. ഞാൻ മോളെ ഒന്ന് കിടത്തിയിട്ട് വരാം. അവക്ക് സംശയമുണ്ട് ഇവിടെ ഇപ്പൊ നടക്കുന്നൊക്കെ കണ്ടിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ ഇതിനകത്ത് വെച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ടത്. അറിയാലോ, മാമനും മാമയും നമ്മുടെ സംസാരം കേട്ടിട്ടാ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുപോലെ തന്നെ കാർത്തൂൻ നമ്മുടെ സംസാരം കേട്ടിട്ടാ അച്ഛനെ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നമ്മുടെ മുറിക്കകത്ത് വെച്ച് മതി. വിജിതയ്ക്ക് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോയി അവള്. സ്വന്തം അച്ഛനെ കൊന്നത് ഭർത്താവ് ഉണ്ണിയും കൂടെയല്ലേ. അതൊക്കെ അറിയാവുന്നതുകൊണ്ടാ അവളോട് ഞാൻ കൂടെ കൂടെ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഓരോന്ന് ചോദിക്കുന്നേ. കരുണം മാമ മരിക്കേണ്ടതാണെന്ന് ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവളുടെ അച്ഛനായി പോയതുകൊണ്ടാ നമ്മുടെ ഉള്ളിലൊരു ഭയം കിടക്കുന്നത്. പാമ്പിന്റെ സ്വഭാവമായിരുന്നു ഇതിനു മുമ്പ്. പാല് കൊടുത്താലും കുത്തുമായിരുന്നു. ഇപ്പോഴും അതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങി കിടപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ദീപം വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. അവന്റെ മുന്നിൽ അവള് പൂച്ചയാ. ഉണ്ണിയെ കണ്ടപ്പോ എന്താ കണ്ണേട്ട ഉണ്ണി പറഞ്ഞത്? ഓ, അതിനെപ്പറ്റിയൊക്കെ പറയാൻ വന്നാ അവൻ ലോക്കപ്പിൽ കിടക്കുന്ന രംഗമൊക്കെയാ ഓർമ്മ വരുന്നേ. അതുകൊണ്ടാ മനഃപൂർവ്വം ഞാനൊന്നും പറയാത്തത്. ഒരിക്കലും അവൻ ജയിലിലേക്ക് പോയപ്പോ സങ്കടമൊന്നും തോന്നിയില്ല. എന്നാ ഇപ്പോഴതല്ല അവസ്ഥ. അവനെ പഴയതിനേക്കാൾ സ്നേഹിച്ചു തുടങ്ങിയതാ. അവൻ മണ്ണിനെയും മനുഷ്യനെയൊക്കെ അറിഞ്ഞു തുടങ്ങിയ സമയമായിരുന്നു ഇത്. അതുകൊണ്ടല്ലേ പവിത്രേ നമ്മുടെയൊക്കെ സങ്കടം കണ്ടിട്ട് അത് താങ്ങാനാവാതെ അവനിത് ചെയ്തത്. കരണമ്മാമ്മയുടെ പ്രവർത്തികൾ കണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നത് അവൻ കണ്ടുകൊണ്ടിരിക്കായിരുന്നു. ആ സമയത്തൊക്കെ അവന്റെ ഉള്ളിൽ അയാളെ കൊല്ലാനുള്ള ദേഷ്യം കുമിഞ്ഞുകൂടുകയായിരുന്നു. അവനെ കൊലയാളിയാക്കിയത് നമ്മളോടൊക്കെയുള്ള സ്നേഹക്കൂടുതലുണ്ടാ. അതുകൊണ്ട് ഇനി എനിക്ക് പറ്റില്ല അവനെ ജയിലിൽ പോയി കാണാൻ. കോടതിയിൽ നിന്ന് അവനെ കൊണ്ടുപോയപ്പോ സത്യം പറഞ്ഞ ഞാനവിടെ തളർന്നിരുന്നു പോയി. പിന്നെ ആരോട് വെള്ളം കൊണ്ട് തരായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോ കാർത്തു അതിലും സങ്കടത്തോടെ ഇരിക്കല്ലേ, അതുകൊണ്ട് പിടിച്ചെന്നാ. പിന്നെ അരുണിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപാടൊക്കെ പറഞ്ഞു. ഈ വാർത്ത അറിഞ്ഞപ്പോ അമ്മ അമ്പലത്തിൽ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ആ പോട്ടെ, ആ പ്രാർത്ഥനയൊക്കെ ഭരിക്കും. ഈ പറയുന്നവരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടല്ലോ. അധികം നാളെ രണ്ടാളും ജയിലിൽ കിടക്കില്ല, അങ്ങനെ വിശ്വസിക്കാം നമുക്ക്. മോളുടെ തീരുമാനം എന്തുകൊണ്ടും നന്നായി. നമ്മുടെയെല്ലാം രക്ഷിക്ക ഉണ്ണി അങ്ങനെ ഒരു കർമ്മം ചെയ്തത്. ആ സമയത്ത് ജയിൽ പുള്ളിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയാ. അല്ലെങ്കിൽ തന്നെ ആ കരുണം കാരണം അമ്മ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നതായി എനിക്ക് തോന്നി. എല്ലാവരും ആ സമയത്ത് അയാളെ നന്നായി പേടിച്ചിരുന്നു. അങ്ങനെ ഒരാളെ കൊന്നതിന്റെ പേരില് ഞാൻ ഒരിക്കലും ഉണ്ണേട്ടനെ വേണ്ടെന്ന് വെക്കില്ല. അരുണും കാർത്തു എത്തിയല്ലോ. കിടന്നാലും ഉറക്കം വരില്ലേ പവിത്രേ? കുറച്ചു ദിവസം ഇങ്ങനെ ഉറക്കം പോയിട്ട് അതിന് മറ്റെന്തെങ്കിലും അസുഖം വരുത്തി വെക്കും. നീ ഉറങ്ങുന്നില്ലല്ലോ. അത് രാവിലെ എഴുന്നേറ്റ് വീട് പണിയൊക്കെ ചെയ്തിട്ട് കടയിലോട്ട് പോകുന്നല്ലേ, അപ്പൊ ശരിക്കും ഉറങ്ങേണ്ടതല്ലേ? കണ്ണേട്ടിന് ഉറങ്ങാതിരിക്കുമ്പോ എനിക്ക് ഉറക്കം വരുമോ? ഉണ്ണിയും ദീപനും ചെയ്യില്ല. അവരെ പറ്റി ആലോചിക്കുമ്പോ മനസ്സിനകത്ത് വല്ലാത്തൊരു പിടച്ചില്ല. ഒരു തരത്തിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. നല്ല വക്കീലിനല്ലേ അരുണിന്റെ മുത്തച്ഛൻ വെച്ചിരിക്കുന്നത്, അത് ഫലം കാണും. ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പവിത്രേ അവൻ ജയിലിൽ കിടക്കുന്നു? അതിപ്പോ കണ്ണേട്ടൻ ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും ചിന്തിച്ചതാണോ?
ഇതിപ്പോ രണ്ടാമത്തെ തവണയാ അവന് ഈ അനുഭവം ഉണ്ടാവുന്നേ. ആദ്യത്തെ തവണ ഒരു സങ്കടവും തോന്നിയില്ല. അന്ന് അവനോട് ദേഷ്യമായിരുന്നു. എങ്കിലും ഡോക്ടറാക്കാൻ പഠിപ്പിച്ച ഒരാള് ജയിലിൽ പോയതിന്റെ ഒരു സങ്കടം കണ്ണേട്ടന് അന്നും ഉണ്ടായിരുന്നു. അത് പിന്നെ കാണാതിരിക്കൂ. അവൻ ജയിലിൽ കിടന്നതിനേക്കാൾ ഞാൻ വേദനിച്ചത് അവൻ തട്ടുകടയിൽ പണിക്കുന്നപ്പോഴാ. പിന്നത് അവൻ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിരിക്കും. അങ്ങനെയുള്ള പാഠങ്ങൾ അവൻ അനുഭവിക്കേണ്ടതായിരുന്നു. എന്നാലിപ്പോ അത്തരം അനുഭവങ്ങൾ അവനെ പൂർണ്ണമായിട്ട് മാറ്റി. ഇന്നവൻ പഴയ ഉണ്ണിയേക്കാളും നല്ല മനസ്സിലുടമയാ. ആ സമയത്ത് അവന് ഈ വിധി വന്നതല്ല എനിക്ക് സങ്കടം. അത് മാത്രമാണോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ അവൻ കരുണമാമയെ കൊന്നത്. അതൊരു വിഷമമായിട്ട് ഉള്ളി കിടന്ന് നീറുക. ഉണ്ണിയും ദീപനും ഒക്കെ ഇപ്പോ നമുക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നടക്കുന്നവരാ. അങ്ങനെയുള്ളവരെ ജീവൻ കളഞ്ഞ് നമ്മൾ സംരക്ഷിക്കണ്ടേ പവിത്രേ? അത് കഴിയാതെ പോയതിന്റെ വേദന എനിക്ക്. ഇനിയിപ്പൊ അതേപ്പറ്റി ചിന്തിച്ച് ഉറങ്ങാതിരുന്നിട്ട് കാര്യമില്ല കണ്ണേട്ട. ഉണ്ണി ഉറപ്പായിട്ടും 90 ദിവസം കഴിയുമ്പോ തിരിച്ചു വരും. അന്ന് ഉണ്ണിക്ക് കാണേണ്ടത് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കണ്ണേട്ടനെയാ. അതുകൊണ്ടാ ഇങ്ങനെ രാത്രി ഉറക്കം കളയരുതെന്ന് പറയുന്നത്. നീ ഏതായാലും പോയി കിടന്നോ, ഞാൻ കുറച്ചു സമയം ഇവിടെ ഇരിക്കട്ടെ. എന്നാ പിന്നെ ഞാനും ഇരിക്കാം. തൊണ്ണൂറ് ദിവസേ അതൊരു വലിയ കാലയളവായി തോന്നുക. അതിനേക്കാളും ദൂരം തോന്നും വേറൊരാൾക്ക്, മാളുവിന്. മാളു ഇപ്പോ ഉണ്ണി അമിതായി സ്നേഹിക്കുന്നുണ്ട്. കാർത്തു എന്നെ വിളിച്ചപ്പോ പറയാ മാളുവിന് പ്രേമമാണെന്ന് ഉണ്ണിയോട്. അത് സത്യ. പ്രേമിക്കുന്നവർക്ക് അവരുടെ പങ്കാളി അകന്നു പോകുമ്പോഴുള്ള വേദന കഠിനമായിരിക്കും. കല്യാണം കഴിക്കാൻ പോകുന്നവർ തമ്മിൽ മാത്രമല്ല, ഏട്ടൻ അനിയന്മാര് തമ്മിലും അച്ഛനമ്മമാര് തമ്മിലും പ്രേമമുണ്ട്. സ്നേഹം തന്നെയാണത്. അതുകൊണ്ടാ ഈ 90 നാളുകൾ 90 വർഷമായിട്ട് തോന്നേ. പകലൊക്കെ ഒരുപാടുള്ളതായിട്ട് തോന്നുക, രാത്രിയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങുന്നില്ല. അത് ഉറങ്ങാത്തോണ്ടാ കണ്ണേട്ടാ. ഇനി ഈ 90 നാളുകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നീ ഇപ്പൊ ആഹാരമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു പവിത്ര. നമ്മളിപ്പോ പറമ്പിലെ പണിക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ, പിന്നെന്തിനാ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത്? നീ പറമ്പിൽ ഇറങ്ങാത്തോണ്ടാ ഞാനും ഇറങ്ങാത്തത്. ഇതിനിടയ്ക്ക് മഴ പെയ്യുന്നത് കൊണ്ട് നട്ടൊന്നും നശിച്ചുപോയിട്ടില്ല. അത് ഭാഗ്യമായി, അല്ലെങ്കിൽ എല്ലാം കരഞ്ഞുണങ്ങി പോയേനെ. എല്ലാം പോട്ടടാ. എത്രയോ നാള് സ്വപ്നം കണ്ടതാ ഡോക്ടറായ അനിയനെ. അത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടു. എങ്കിലും ഇപ്പൊ എല്ലാം ഒത്തു വന്നതാ. നമ്മളെല്ലാം ഉപദേശം കേട്ടിട്ട് അവൻ ഡോക്ടറുടെ കീഴിൽ പ്രാക്ടീസ് തുടങ്ങിയതാ. ആ സമയത്ത് അവൻ ജയിലിലായത്. അധിക ദിവസമൊന്നും ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്ന് എല്ലാവരും ഉറപ്പ് വന്നിരിക്കുകയല്ലേ. അത് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോന്ന് അറിയില്ലല്ലോ. എടാ, കരുണന് വേണ്ടി കേസ് നടത്താൻ ആരാ ഉള്ളത്? സുധാമണി ഭ്രാന്താശുപത്രിയിലാ. പിന്നെ വിജിത എന്തായാലും ഉണ്ണിയെ ജയിലിൽ കിടത്തണമെന്ന് ആഗ്രഹിച്ചാലും സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ ജയിലിൽ കിടത്തണമെന്ന് ശരത്ത് വരുന്നുണ്ട്. ഇനി അതേപ്പറ്റി ഒന്നും പറയണ്ട. കല്യാണം നടക്കാതെ പോയതില് രണ്ടുപേരിപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ മൂത്ത മോളും മരുമോനും. ശരത്തേട്ടൻ അവിടെ പോയിട്ടാണോ വരുന്നത്? ഞാനങ്ങോട്ടൊന്നും പോയില്ല, വഴിയിൽ വെച്ച് കണ്ടു. തന്റെയും മാളുവിന്റെ അഹങ്കാരത്തിന് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കുന്ന അവർ പറയുന്നത്. വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി നേർച്ചയും വഴിപാടും നടത്തി കാണും രണ്ടും കൂടി. അതുകൊണ്ട് വിവാഹം നടക്കാതിരിക്കുവോ? ഏതായാലും 2-3 മാസത്തിനുള്ളിൽ ഉണ്ണി പുറത്തിറങ്ങും. അത് കഴിഞ്ഞ് അവരുടെ കല്യാണം നടക്കും. മാളുവിനിപ്പോ ഉണ്ണിയോട് വെറുപ്പൊന്നുമില്ലല്ലോ. വെറുക്കാനോ? മോൾക്കിപ്പോ ഉണ്ണിയോടുള്ള സ്നേഹം കൂടിയിരിക്കുക ആണല്ലോ. ഇനി ഒന്നും പേടിക്കാനില്ല, ഉടനെ കല്യാണം നടക്കും. കുറെ നാളായിട്ട് ഈ വീടിനകത്ത് സമാധാനമില്ല. സത്യം പറഞ്ഞ അതുകൊണ്ടാ ഞാൻ വീട് വിട്ട് മാറി നിന്നത് കുറച്ചു ദിവസം. തിരികെ വന്നപ്പോഴും സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ തന്നെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഉള്ളത് പറയാലോ അച്ഛാ. ഇയാൾ ഏത് നേരവും മറ്റേതോ ലോകത്താ. അടുത്തേക്ക് ആള് വന്നാൽ പോലും അറിയില്ല. ഇന്ന് അനന്തുവിനെയും മഞ്ജുവിനെയും കണ്ടപ്പോ അവരും പറഞ്ഞു, ജീവനും താനും തമ്മില് ഞങ്ങൾ ആരും അറിയാത്ത എന്തോ ബന്ധമുണ്ടെന്ന്. കണ്ടോ, ഞാനിത് പറഞ്ഞപ്പോ രണ്ടുപേരുടെ മുഖം നന്നായിട്ട് മാറി. ഇതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നതാ. മഞ്ജു അവള് വേണ്ടാത്തോരോന്ന് പറയും. അതൊക്കെ കേട്ടിട്ട് ശരത്തേട്ടൻ എന്നെ വെറുതെ ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഈ വിഷയത്തിന്റെ പേരിൽ തന്നെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്തിട്ടുമില്ല. പക്ഷേ അവര് പറയുന്നതിൽ കാര്യമുണ്ട്. ഡോക്ടർ ജീവൻ എന്ന വ്യക്തി, കാരണം എന്തായാലും ശരി, തന്നെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഇത്രയേറെ ഇന്നേ വരെ താൻ ആരെയും വെറുത്തിട്ടില്ല. അതിന് കാരണം ദേവ പറഞ്ഞല്ലോ ശരത്തെ. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചോന്ന് ഇപ്പോഴെനിക്കും ഉണ്ട് അച്ഛാ സംശയം. ഈ വീട്ടിനകത്ത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്കിന് ജീവൻ ഒരു കാരണമാവരുത്. അവനെപ്പറ്റി നിങ്ങളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാവരുത്. ഉണ്ണീറിനെ കണ്ടോ കണ്ണേട്ടാ? കണ്ടു. ദീപനെ കാണാൻ പറ്റില്ല. അവരെ ഉടനെ വിടുവോ? അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് അവിടുന്ന് വിടണമെന്ന് പറയാൻ പറ്റുമോ? നിനക്ക് ഇവിടുത്തെ ജീവിതം നരകമായി തുടങ്ങിയില്ലേ? അങ്ങനൊന്നല്ല കണ്ണേട്ടാ. എനിക്കറിയാം നിന്റെ കഷ്ടപ്പാടൊക്കെ. പവിത്ര എന്നും കടയിൽ പോകുന്നുണ്ടാ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഈ പണിയൊന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോഴും നീ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വെറുതെ ഇരിക്കുന്ന കണ്ട അമ്മ വന്ന് കുത്തുവാക്കുകൾ പറയും. നിന്റെ അപ്പച്ചിയല്ലേ, അപ്പൊ കുറച്ചൊക്കെ നിങ്ങളുടെ സ്വഭാവം കാണും. ഒരു സമയത്ത് നിന്നെ കൈവെള്ളയെ കൊണ്ടു നടന്ന എന്റെ അമ്മ. എന്നിട്ട് നിനക്കൊരു നല്ല കാലം വന്നപ്പോ അമ്മ എടുത്ത് തൂത്തു തുറച്ചു. അതൊക്കെ അമ്മയുടെ മനസ്സിൽ കാണും. അത് മനസ്സിലാക്കിയിട്ട് നീ അങ്ങ് ഒതുങ്ങി കൂടി അങ്ങ് പോവാ. അങ്ങനെ തന്നെ പോകുന്നത്. പിന്നെ ദീപേട്ടനടുത്തുണ്ടെങ്കിൽ അത്രയും സമാധാനം ഉണ്ടല്ലോ കണ്ണേട്ടാ. അത് ശരിയാ. നീ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാർ അടുത്തുള്ള ഒരു സമാധാനം തന്നെയാ. ഞാൻ ജയിലിൽ പോയപ്പോ പവിത്രയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു. പിന്നെ അന്ന് പവിത്രയും കാർത്തും ഒക്കെ നന്നായിട്ട് കഷ്ടപ്പെടുകയും ചെയ്തു. നീ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചതുപോലെ ആരും അവരെ സ്വീകരിക്കാനില്ലായിരുന്നല്ലോ. നാളെ എങ്കിൽ നാളെ ഉണ്ണിയും ദീപനെയും പുറത്തിറക്കണമെന്ന എന്റെ ആഗ്രഹം. ഉണ്ണിയെ ജയിലിൽ ചെന്ന് കണ്ടതിന് ശേഷം തകർന്നാ ഞാൻ വന്നിരിക്കുന്നേ. ഇനി ഒരുപാട് നാൾ ഇതുപോലെ അവനെ പോയി കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നിന്നേക്കാളും ആഗ്രഹമുണ്ട് അവര് പുറത്തു വരണമെന്ന്. നീ വിഷമിക്കണ്ട. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. അല്ലച്ചാ, ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ. സാറിന്റെ അപ്പച്ചിയുടെ അടുത്ത കൂട്ടുകാരിയാണ് എന്റെ അമ്മയെന്ന് പറഞ്ഞു. അവരെ പറ്റി പിന്നെ അച്ഛൻ ഒരു വിവരവും ഇല്ലേ? മോളുടെ അമ്മയോട് മോൾക്ക് വെറുപ്പാണല്ലോ. പിന്നെന്തിനാ അത്തരം വിവരങ്ങളൊക്കെ അറിയുന്നത്? എങ്കിലും ആ ദുഷ്ടയായ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് അറിയാനൊരു ആകാംക്ഷ. അത്രേ ഉള്ളൂ അച്ഛാ. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഭർത്താവും കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം അവർക്കുണ്ട്. ഹോ, എന്തായാലും അസാമാന്യ തൊലിക്കെട്ട് തന്നെ. സ്വന്തം കുഞ്ഞിനെ കാട്ടിലെറിഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ തോന്നിയല്ലോ. മോളെ, എല്ലാവരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. മോളുടെ അമ്മയൊരു ദുഷ്ടയാണെന്ന് ഞാനൊരിക്കലും പറയില്ല. അവര് മറ്റൊരു വിവാഹം കഴിച്ചെങ്കിൽ അന്നത്തെ അവരുടെ അവസ്ഥ അതായിരിക്കും. എന്തവസ്ഥ? ദേവനന്ദ എന്നെ വെറുക്കുന്നതിന്റെ കാരണം എന്താ മോളെ? ദേവയുടെ കൂട്ടുകാരിയോട് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? അപ്പോ എല്ലാം അനുഭവിച്ച ആ കൂട്ടുകാരിയുടെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ ശരി തന്നെ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആ മകളെ അടക്കി പിടിച്ച് ജീവിച്ചിരുന്നെങ്കിൽ
ഞാനിന്ന് എന്റെ അമ്മയെ ജീവന് തുല്യം സ്നേഹിച്ചനെ. പോട്ടെ, അവര് മറ്റൊരു വിവാഹം കഴിക്കുമ്പോഴും സ്വന്തം മകളെ കളയാതിരുന്നെങ്കിൽ അപ്പോഴും ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ലായിരുന്നു. ഇത് അവരെന്നെ കൊല്ലാനായിട്ട് കാട്ടിലെറിഞ്ഞതാ. മകളും മരിക്കട്ടെ എന്ന് കരുതിയവരെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റും? നമുക്ക് ആ ടോപ്പിക് ഇവിടെ നിർത്താം. എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 1-2 ദിവസം ഇവിടെ അച്ഛനോടൊപ്പം താമസിക്കാൻ മോൾക്ക് പറ്റുമോ? ഇങ്ങനെ വരുന്ന എന്നെ ഭാഗ്യാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ അരുൺ സാറ് അച്ഛനെ പോലെയും കണ്ണേട്ടിനെ പോലെയൊക്കെ നല്ലൊരാളാ. പക്ഷേ അച്ഛനെ കാണാൻ വരുന്നത് മാത്രം ഇഷ്ടമല്ല. അതറിഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിയും. അതുകൂടെ മനസ്സിൽ വെച്ചേക്കണം. അയ്യോ, എന്നാ അത് വേണ്ട. ജീവിതകാലം മുഴുവൻ മോൾ അരുണിന്റെ കൂടെയല്ലേ കഴിയേണ്ടത്. പിന്നെ എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛന് ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അവിടെ എവിടെയൊക്കെ ചില പ്രോപ്പർട്ടീസും ഉണ്ട്. എല്ലാം മോളുടെ പേർക്ക് ആക്കിയോന്ന് ആലോചിക്കാൻ ഞാൻ. അതൊന്നും വേണ്ട. എന്താ ഡോക്ടറെ കൊച്ചുളുപ്പങ്ങളത്? ആ കണ്ണാ, എന്തിനാ എന്നെ മോള് വിളിച്ചത്? മോള് വിളിച്ചോ? അറിയില്ല. എപ്പോഴാ വിളിച്ചേ? രാവിലെ എഴുന്നേറ്റപ്പോ മോളുടെ മിസ്ഡ് കോൾ ഇറക്കുന്നത് കണ്ടു. രാത്രി ഒരു 2 മണിക്കാ വിളിച്ചിരിക്കുന്നത്. ആ, അതിപ്പോ ഡോക്ടറെ മോള് വിളിക്കുന്നത് ആ സമയത്താണല്ലോ, അരുൺ ഉറങ്ങിയതിനു ശേഷം. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഡോക്ടർക്ക് പനിയുണ്ടോ? ആ, ചെറുതായിട്ട്. ചുമക്കുന്നുണ്ടല്ലോ നന്നായിട്ട്. ചുമയും പനിയൊക്കെ ഉണ്ട്. അവിടെ ഇപ്പൊ ആരുണ്ട്? എന്റെ അനുസരണയില്ലാത്ത സേവകനുണ്ട്, സുമിത്രൻ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ഇവിടെ ആവശ്യമൊന്നുമില്ല. എന്തിനാ മോള് വിളിച്ചെന്നറിയാനുള്ളൊരു ആകാംക്ഷ. അത് താനെന്ന് അറിഞ്ഞിട്ട് വിളിച്ചിരുന്നെങ്കിൽ സമാധാനമായേനെ. ഞാനിപ്പോ തന്നെ മോളെ വിളിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. ആ ശരി, പറയാം. ഇപ്പൊ ഉണ്ണി പിടികൊടുത്തതുകൊണ്ട് ദീപന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയോ? മണ്ടത്തരവാ കാണിച്ച്. പിന്നെ ആരോട് പറയാനാ? അവിടെ ദീപൻ കൂട്ടുള്ളതുകൊണ്ട് ഉണ്ണിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്ന് അരുൺ പറഞ്ഞത്. അല്ലെങ്കിലും കള്ളന്മാരും കൊലപാതകളൊക്കെ കിടക്കുന്ന സ്ഥലമല്ലേ. അവന്മാര് എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. മാളുവിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുക അമ്മേ. ഞാൻ കരുതി ഉണ്ണിയേട്ടൻ ജയിലിൽ പോയപ്പോ മാളുവിന് വെറുപ്പ് തോന്നുന്നു. പക്ഷേ അവിടെ എനിക്ക് തെറ്റിപ്പോയി. മാളുവിനിപ്പോ ഉണ്ണിയേട്ടനോടുള്ള സ്നേഹം കൂടിയിരിക്കാം. ജയിലിൽ നിന്ന് ഉണ്ണി ഒന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ കല്യാണമാ. അത് വേണമെന്ന് മാളുവും പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ളപ്പോ മോൾ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് ഒരു കാരണവും ഇല്ലാതെ ഭയം തോന്നുവാ.